നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, എല്ലാവർക്കും ഒരിക്കൽ കൂടി നേച്ചർ ഓഫ് ക്രിയേഷൻസിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 100 രൂപയുടെ ഒരു നാണയം പുറത്തിറക്കുകയുണ്ടായി. ആ നാണയം എന്തിനു വേണ്ടി ആണ് പുറത്തിറക്കിയത്? ആർക്കെങ്കിലും അറിയാമോ? ആ നാണയം പുറത്തിറക്കിയിരിക്കുന്നത് RSSന്റെ 100ാം ജന്മദിനത്തിന്റെ ഭാഗമായിട്ടാണ് 100 രൂപയുടെ നാണയം പുറത്തിറക്കിയത്. അതിൽ എന്താണ് ആലേഖനം ചെയ്തിരിക്കുന്നതെന്ന് ഒന്ന് പരിശോധിക്കണ്ടേ? അതിൽ ആലേഖനം ചെയ്തിരിക്കുന്നത്, ആ നാണയത്തിന്റെ ഒരു വശത്ത് അശോക ചക്രമുണ്ട്, മറുവശത്ത് ഭാരതാംബയുടെ ചിത്രമാണ്. വെറും ഭാരതാംബയല്ല, ഭാരതാംബയുടെ ചിത്രത്തിന് മുന്നിൽ സല്യൂട്ട് ചെയ്തുകൊണ്ട് നിൽക്കുന്ന സ്വയം സേവകരുടെ ചിത്രമാണ്. നാണയം മാത്രമല്ല, സ്റ്റാമ്പും ഇതോടൊപ്പം പുറത്തിറക്കിയിട്ടുണ്ട് വിജയദശമി ദിനത്തിൽ. അപ്പോൾ അങ്ങനെ RSS ഒരു പൊതുസമിതിയുള്ള ഒരു ഓർഗനൈസേഷനായി മാറുന്നു. അങ്ങനെ RSS ഇന്ത്യയിലെ എല്ലാ കാര്യങ്ങളും തീരുമാനിച്ചുകൊണ്ടിരിക്കുന്നു. RSS എന്ന് പറഞ്ഞാൽ ഒരു രാഷ്ട്രീയ സംഘടനയല്ല, അതോർക്കണം. ആസ്വദിക്കുക അധികാരം എന്ന് പറയുന്നത് RSSന്റെ അജണ്ടയിൽ ഒരിക്കലും ഉണ്ടായിരുന്നിട്ടില്ല. പക്ഷെ ഇന്ന് ഇന്ത്യയിലെ എല്ലാ അധികാര കേന്ദ്രങ്ങളെയും നിയന്ത്രിക്കുന്നത് RSS ആയി മാറിയിരിക്കുകയാണ്. അപ്പോൾ ഒരു 100 നൂറ്റാണ്ട് കാലമാണ് ഈ 100 രൂപയുടെ നാണയം പുറത്തിറക്കിയപ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം, RSSന്റെ ഒരു 100 നൂറ്റാണ്ട് പിന്നിട്ടതിന്റെ ഭാഗമായിട്ടാണ് ആ 100 രൂപ നാണയം പിന്നിറക്കിയതെന്ന്. അപ്പോൾ ആ ഒരു 100 നൂറ്റാണ്ട് കാലമായി ഇന്ത്യയുടെ അടിത്തട്ടിൽ പ്രവർത്തിച്ചിട്ടുള്ളത് ഒരു 100 നൂറ്റാണ്ട് കാലമാണ്. അപ്പോൾ RSSന്റെ 100ാം ജന്മദിനത്തോടനുബന്ധിച്ചാണ് ഈ നാണയവും സ്റ്റാമ്പും പുറത്തിറക്കിയിരിക്കുന്നത്. ആരാണ്? നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 1925 സെപ്റ്റംബർ 7-ാം തീയതിയാണ് RSS ഇന്ത്യയിൽ ജന്മമെടുക്കുന്നത്. കേശവ് ബൽറാം ഹെഡ്ഗേവാറാണ് RSS സ്ഥാപിക്കുന്നത്. പക്ഷെ അന്ന് ഒരു വിജയദശമി ദിനമായിരുന്നു. ഇക്കഴിഞ്ഞതും RSSന്റെ 100ാം പിറന്നാളായ വിജയദശമി ദിനം തന്നെയായിരുന്നു. പക്ഷേ ഒരു പ്രതിഭാസം അതിൽ സംഭവിച്ചിരിക്കുന്നു. ഈ കഴിഞ്ഞ വിജയദശമി ദിനം എന്ന് പറയുന്നത് ഒക്ടോബർ 2 ആണ്. ഇന്ത്യയുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ ജന്മദിനം കൂടിയാണ് ഒക്ടോബർ 2 എന്ന് പറയുന്നത്. അത് രണ്ടും ഈ പ്രാവശ്യം ഒന്നിച്ചു വന്നിരിക്കുകയാണ്. അപ്പോൾ RSS ഇക്കാലവും പഴികേട്ടിട്ടുള്ളത് മഹാത്മാഗാന്ധിയെ കൊന്ന നാഥുറാം ഗോഡ്സെ എന്ന RSSന്റെ പ്രവർത്തകനായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ RSS അന്ന് തൊട്ടുന്നതോളം എക്കാലത്തും ആ ഒരു വിവാദത്തിൽ നിന്നും സ്വയം പിന്മാറാൻ ശ്രമിച്ചിട്ടുണ്ട്. അവരിപ്പോഴും പറയുന്നത് നാഥുറാം ഗോഡ്സെ എന്ന് പറയുന്നത് RSSന്റെ പ്രചാരകനായിരുന്നില്ല, പ്രവർത്തകനായിരുന്നില്ല, മറിച്ച് അദ്ദേഹം ഹിന്ദു മഹാസഭയുടെ പ്രവർത്തകനായിരുന്നു എന്നാണ്. പക്ഷേ സർദാർ വല്ലഭായ് പട്ടേൽ മഹാത്മാഗാന്ധി വധത്തെ തുടർന്ന് നിരോധിച്ച സംഘടനയാണ് RSS എന്ന് പറയുന്ന സംഘടന. അതൊരു ചരിത്രം തന്നെയാണ്, അതിന്നും അവശേഷിക്കുന്ന ചരിത്രമാണ്, ഇനി ആരും മറക്കുകയുമില്ല. പക്ഷെ RSS രൂപം കൊണ്ട ഈ ദിവസം ലോകത്ത് പല വിധത്തിലുള്ള സംഘടനകളും രൂപം കൊണ്ടിരിക്കാം. പക്ഷെ അതൊന്നും ഈ സമയത്ത്, ഈ കാലത്ത് ഒന്നുപോലും നിലവിലില്ല എന്നുള്ളതാണ് ഒരു പരമമായ സത്യം. പക്ഷെ ഈ 100ാം വാർഷികം ആഘോഷിക്കുമ്പോഴും RSS തകരാതെ, തളരാതെ മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു. അതിന്റെ കാരണം എന്താണ്? ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പോലും പല രാജ്യങ്ങളിലും അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുകയാണ്. 1917 ഈ ഒക്ടോബർ വിപ്ലവം നടക്കുന്നത്. അതും എല്ലാവർക്കും അറിയാമായിരിക്കും. അതോടുകൂടിയാണ് സോവിയറ്റ് യൂണിയനിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വരുന്നത്. പിന്നീട് യൂറോപ്പിലും ഏഷ്യയിലുമൊക്കെ ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഒരു വേരോട്ടം തന്നെയായിരുന്നു. എന്നാൽ 1990കളിൽ സോവിയറ്റ് യൂണിയൻ നിശേഷം ഇല്ലാതായി. പിന്നീട് കിഴക്കൻ യൂറോപ്പുകളിലെയും ഏഷ്യയിലെയും പല സ്ഥലങ്ങളിലെയും കമ്മ്യൂണിസ്റ്റ് ഭരണകൂടങ്ങളും നിശേഷം ഇല്ലാതായി. ഇന്നിപ്പോൾ കമ്മ്യൂണിസ്റ്റ് ഭരണമുള്ളത് 4-5 രാജ്യങ്ങളിൽ മാത്രമാണ്. ഇന്ത്യയിലെ കാര്യമെടുത്താൽ ഇന്ത്യയിൽ തന്നെ കേരളത്തിൽ മാത്രമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന ഒരു സംസ്ഥാനം എന്ന് പറയുന്നത്. അപ്പോഴും RSS എന്ന് പറയുന്ന പ്രസ്ഥാനം ഒരു 100 നൂറ്റാണ്ട് പിന്നിട്ടിരിക്കുന്നു. അത് വളരെ വലിയൊരു വിജയകരമായി തന്നെ പിന്നിട്ടിരിക്കുന്നു എന്നുള്ളതാണ് അതിൽ എടുത്തു പറയത്തക്ക വസ്തുത എന്ന് പറയുന്നത്.
കഴിഞ്ഞ ഓഗസ്റ്റ് 15-ാം തീയതി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന നരേന്ദ്രമോദി ചെങ്കോട്ടയിൽ വെച്ച് നടത്തിയ സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ അദ്ദേഹം RSSനെ കുറിച്ച് പരാമർശിച്ചത് എന്താണെന്നറിയാമോ? ലോകത്തിലെ ഏറ്റവും വലിയ NGO, ലോകത്തിലെ ഏറ്റവും വലിയ സന്നദ്ധ സംഘടന എന്ന് പറയുന്നത് RSS ആണ് എന്നാണ്. RSSൽ 40 ലക്ഷത്തോളം അംഗങ്ങളാണുള്ളത്. 40 ലക്ഷം പേർ RSSൽ നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ചെറിയ പല ഗൾഫ് കൺട്രീസും ഉണ്ട്. അവിടെയൊക്കെ നമ്മുടെ മലയാളികൾ ഉൾപ്പെടെ RSSകാർ ഉൾപ്പെടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളിൽ ഉള്ള ജനസംഖ്യ എത്രയാണെന്നറിയാമോ? ഖത്തറിൽ വെറും 32 ലക്ഷം. അതുപോലെ ബഹ്റൈൻ ഉൾപ്പെടെ മറ്റു ചെറിയ രാജ്യങ്ങളിൽ ഉള്ളത് 16-17 ലക്ഷം ആളുകളൊക്കെയാണ്. ആ സ്ഥിതിക്ക് 40 ലക്ഷം പേരുള്ള ഒരു രാജ്യമായി തന്നെ ഈ RSSനെ നമുക്ക് കാണാൻ കഴിയും. RSS ഒരു രാഷ്ട്രീയ സംഘടനയല്ല എന്ന് ഓർക്കണം, ഒരു സന്നദ്ധ സംഘടനയാണ്. ആ അർത്ഥത്തിൽ ഗൾഫ് കൺട്രികളെക്കാളും ഒരു വലിയ രാജ്യമാണ് ഇന്ത്യയിലെ RSS എന്ന് പറയുന്നത്. RSSന് ഇന്ത്യയിലെമ്പാടും 1 ലക്ഷത്തിലധികം ശാഖകളുണ്ട്. ഈ RSSന്റെ ബേസിക് യൂണിറ്റുകൾ എന്ന് പറയുന്നത് ശാഖകളാണല്ലോ. ഈ രാജ്യത്ത് 83,000-ഓളം ശാഖകളിലായി RSS ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുകയാണ്. പക്ഷെ ഒരു പൊളിറ്റിക്കൽ പാർട്ടി അല്ല. ഏറ്റവും കൂടുതൽ ശാഖകളുള്ളത് ഉത്തർപ്രദേശിലാണ്. 8,000-ഓളം ശാഖകളാണ് അവിടെ പ്രവർത്തിക്കുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ RSSന് ഏറ്റവും കൂടുതൽ ശാഖകളുള്ള സംസ്ഥാനം എന്ന് പറയുന്നത് എവിടെയാണ്? നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു മലയാളികൾ. ഈ കൊച്ചു കേരളത്തിലാണ് RSSന് രണ്ടാമതായി ഏറ്റവും കൂടുതൽ ശാഖകളുള്ള സംസ്ഥാനം എന്ന് പറയുന്നത്. ഏകദേശം 6,000-ൽ പരം ശാഖകൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. വ്യക്തമായി പറഞ്ഞാൽ 6,845 ശാഖകളാണ് RSSന് കേരളത്തിലുള്ളത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി മാത്രമാണ്. നമ്മുടെ രാജ്യത്ത് 140-ഓളം കോടി ജനങ്ങളുള്ളതിൽ അതിൽ 100-ഓളം കോടി പേർക്കും രാജ്യത്തെ പൊതുമേഖലാ സ്ഥാപനമായ SBIയിൽ അക്കൗണ്ട് ഉണ്ടാവും. അത്രയും പോപ്പുലേഷനെ നയിക്കുന്നത്, അത്രയും പോപ്പുലേഷന്റെ സാമ്പത്തിക ഇടപാടുകൾ നയിക്കുന്നത് SBI ആണ്. ആ SBIക്ക് പോലും ഈ ഇന്ത്യക്കകത്ത് 22,000-ഓളം ശാഖകൾ മാത്രമാണുള്ളത്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം RSSന്റെ ഒരു വിന്യാസം എത്ര വലുതാണെന്ന്. അപ്പോൾ ആ അർത്ഥത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ സന്നദ്ധ സംഘടന RSS ആണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. RSS ഒരു സംഘപരിവാർ സംഘടനയാണ്. അതിന്റെ പൊളിറ്റിക്കൽ ഔട്ട്പുട്ടാണ് BJP എന്ന് പറയുന്നത്. പക്ഷേ RSS ഒരു പൊളിറ്റിക്കൽ സംഘടനയല്ല. അപ്പോൾ RSSന്റെ സംഘപരിവാർ സംഘടനകളിൽ ഏകദേശം 30-ഓളം സംഘടനകൾ വേറെയുണ്ട്. RSSന്റെ പൊളിറ്റിക്കൽ ഔട്ട്പുട്ടാണ് BJP എന്ന് പറയുന്നത്. ABVP, അതുപോലെ വിശ്വ ഹിന്ദു പരിഷത്ത്, യുവമോർച്ച, കല്യാൺ പരിഷത്ത്, അങ്ങനെ നിരവധിയായ സംഘടനകൾ പരിവാർ സംഘടനകളാണ്. ബജ്രംഗ് ദൾ അടക്കമുള്ള സംഘടനകൾ ഈ പരിവാർ സംഘടനകളാണ്. ഈ പരിവാറിന്റെ കീഴിൽ പ്രവർത്തിക്കുന്നതാണ്. പരിവാർ എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, ഹിന്ദിയിൽ കുടുംബം എന്നാണ് അർത്ഥം. അപ്പോൾ ഈ പരിവാർ സംഘടനകളെല്ലാം തന്നെ RSSന്റെ നേതൃത്വവും അതുപോലെ നിയന്ത്രണവും അവരുടെ കൈകളിൽ തന്നെയാണ്. RSSന്റെ നിർദ്ദേശപ്രകാരമാണ് ഈ പറയപ്പെടുന്ന സംഘടനകളെല്ലാം തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതും. ആ അർത്ഥത്തിൽ ഇന്ന് ഇന്ത്യയിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പൊളിറ്റിക്കൽ പാർട്ടിയായ BJP എന്ന് പറയുന്നത് RSSന്റെ ഒരു പൊളിറ്റിക്കൽ ഔട്ട്ഫിറ്റ് ആണെന്നുള്ള കാര്യത്തിൽ എന്തെങ്കിലും തർക്കമുണ്ടോ? ഇന്നത്തെ സ്വതന്ത്ര ഇന്ത്യയിൽ ഏറ്റവും അധികം ഫിസിക്കൽ അസറ്റുള്ള, ഒരു സാമ്പത്തിക ശക്തിയുള്ള, അധികാരം കൊണ്ട് അമ്മാനമാടുന്ന ഒരു പാർട്ടിയാണ് BJP എന്ന് പറയുന്നത്. RSSന്റെ പൊളിറ്റിക്കൽ ഔട്ട്പുട്ടായിട്ടുള്ള BJP എന്ന് പറയുന്നത്. എന്നാൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ പ്രസ്ഥാനമായി RSSന് യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു അറിവില്ല. പക്ഷെ അങ്ങനെ ഒരു അറിവ് കുത്തിക്കയറ്റാനായി ഇപ്പോൾ ശ്രമിച്ചു വരുന്നുണ്ട്. അപ്പോൾ RSS സ്ഥാപനം ചെയ്തു വന്നത് ഒരു ഹിന്ദു രാഷ്ട്രത്തെയാണ്. ആ ഹിന്ദു രാഷ്ട്രം സ്വപ്നം കാണുന്നത് കൊണ്ട് മാത്രമായി RSSന് ഒരു സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാൻ കഴിയില്ല, അതുമായി യോജിച്ചു പോകാനും കഴിയില്ല.
പക്ഷേ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം വിഭാവനം ചെയ്ത ഒരു സ്വപ്നം കണ്ട ഒരു ഇന്ത്യ എന്ന് പറയുന്നത് ബഹുഭാഷയിലുള്ള ഒരു ബഹുമത രാജ്യമായിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. എല്ലാ മതങ്ങളെയും ഒരുപോലെ, എല്ലാ ഭാഷകളും ഒരുപോലെ, അങ്ങനെ ആ അർത്ഥത്തിൽ ഒരു ജനാധിപത്യ ഇന്ത്യയാണ് നമ്മുടെ സ്വാതന്ത്ര്യ പ്രസ്ഥാനം സ്വപ്നം കണ്ടത്. അപ്പോൾ ആ അർത്ഥത്തിൽ ഒരിക്കലും ഈ സ്വാതന്ത്ര്യ സമരത്തോട് ഈ RSS യോജിക്കാൻ ഒരിക്കലും കഴിഞ്ഞിരുന്നില്ല. എന്നാൽ ബ്രിട്ടീഷ് അതിക്രമങ്ങൾക്ക് RSS സംഘടനാ പ്രവർത്തകർ പാത്രമായിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയവുമില്ല. എന്തായാലും അങ്ങനെ സ്വതന്ത്ര ഇന്ത്യ രൂപീകരിച്ചു. അതിനുശേഷം ഇപ്പോൾ ഇന്ത്യയുടെ രാഷ്ട്രപതിയെ നിയമിക്കുന്നത്, അവരെ തിരഞ്ഞെടുക്കുന്നത് RSS ആണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട, തർക്കവും വേണ്ട. RSS നോമിനി തന്നെയാണ് ഇന്ത്യയുടെ രാഷ്ട്രപതി എന്ന് പറയുന്നത്. ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി എന്ന് പറയുന്നത് RSS നോമിനിയാണ്. അപ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് RSS പ്രചാരകനാണ്. അപ്പോൾ ഇന്ത്യൻ ക്യാബിനറ്റ് എന്ന് പറയുന്നത് RSS നിയന്ത്രണത്തിലാണെന്നുള്ളതിന് ഒരു സംശയവും വേണ്ട. ഇന്ത്യയിൽ 28 സംസ്ഥാനങ്ങളുണ്ട്. ആ 28 സംസ്ഥാനങ്ങളിൽ 19 സംസ്ഥാനങ്ങളും ഭരിച്ചുകൊണ്ടിരിക്കുന്നത് BJPയുടെ സഖ്യകക്ഷികളോ ആണ്. അപ്പോൾ ആ അർത്ഥത്തിൽ ഇന്ത്യ മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന ഇന്ത്യയെ മുഴുവൻ പിടിച്ചടക്കി നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സന്നദ്ധ സംഘടനയാണ് RSS എന്ന് പറയുന്നത്. അക്കാര്യത്തിൽ തർക്കമൊന്നുമില്ല. എന്നാൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുത്ത കോൺഗ്രസ് ആകട്ടെ ഇന്ന് കേവലം 3 സംസ്ഥാനങ്ങളിൽ മാത്രം ഒതുങ്ങിയിരിക്കുന്നു. 1952 ആദ്യമായി ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് എന്നുള്ള വിവരം നമുക്കറിയാമല്ലോ. ആ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയിലെ മുഖ്യ പ്രതിപക്ഷ കക്ഷിയായി വന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആകട്ടെ ഇന്നിപ്പോൾ കേരളത്തിൽ മാത്രമായി ചുരുങ്ങിപ്പോയിരിക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് RSS എന്ന് പറയുന്നത് 100 വർഷം പിന്നിടുന്ന ഒരു വിജയഗാഥയാണെന്ന്. ആ അർത്ഥത്തിൽ RSS തന്നെയാണ് ഇന്ന് ഇന്ത്യ എങ്ങോട്ട് പോകണം, ഏത് വഴിക്ക് സഞ്ചരിക്കണം എന്ന് തീരുമാനിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിന്ന് RSS ഒരു പ്രവർത്തനങ്ങളെ കുറിച്ച് സൂക്ഷ്മമായ ഒരു പരിശോധന ഏവരും നടത്തേണ്ടതുണ്ട്. നമുക്കറിയാം, വളരെ നിശബ്ദമായി, വളരെ സാവധാനത്തിലാണ് RSS പ്രവർത്തിക്കുക എന്നുള്ളത്. നമുക്ക് ഇന്ത്യയിൽ എവിടെയും RSS ഒരു പൊതുസമ്മേളനം ഇതുവരെ കാണാൻ കഴിഞ്ഞിട്ടില്ല. RSS ഒരു മഹാറാലി നമുക്ക് കാണാൻ കഴിയില്ല. വളരെ നിശബ്ദമായ ഒരു ആശയപ്രചാരണത്തിലാണ് RSS എപ്പോഴും വിശ്വസിച്ചു പോകുന്നത്. ഒരു ചാനൽ ചർച്ചയിൽ പോലും RSS ഒരു വക്താവിനെ നമുക്ക് കാണാൻ കഴിയില്ല. എന്നാൽ BJPയുടെ വരും. അങ്ങനെ എല്ലാ സംസ്ഥാനങ്ങളിലും യൂണിറ്റുകൾ ഉള്ളപ്പോൾ പോലും RSS ഒരു ഓഫീസ് പോലും നമുക്ക് കാണാൻ കഴിയില്ല. എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? അവർക്ക് ജില്ലാ കാര്യാലയങ്ങളും സംസ്ഥാന കാര്യാലയങ്ങളും മാത്രമാണുള്ളത്. അത് കഴിഞ്ഞാൽ പിന്നെ അവരുടെ ഹെഡ്ക്വാർട്ടേഴ്സ് മാത്രമാണ് നാഗ്പൂരിൽ. അപ്പോൾ വളരെ നിശബ്ദമായി അടിത്തട്ടിൽ കൂടി പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രചാരണ രീതിയാണ് RSSനുള്ളത്. അടൽ ബിഹാരി വാജ്പേയി RSSലേക്ക് വന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? 1937 തന്റെ 12ാമത്തെ വയസ്സിലാണ് അടൽ ബിഹാരി വാജ്പേയി RSSലേക്ക് വന്നത്. RSSന്റെ പ്രചാരകനായി മാറി. 60 വർഷങ്ങൾക്ക് ശേഷം 1998 ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി വാജ്പേയി മാറി. വാജ്പേയി മന്ത്രിസഭയിൽ രണ്ടാമനായിരുന്നു LK അദ്വാനി. മന്ത്രിസഭയിൽ രണ്ടാമനായിരുന്ന LK അദ്വാനി കൈകാര്യം ചെയ്തിരുന്ന വകുപ്പ് എന്ന് പറയുന്നത് ആഭ്യന്തര വകുപ്പ് തന്നെയായിരുന്നു. അപ്പോൾ മൂന്നാമൻ എന്ന് പറയുന്നത് മുരളി മനോഹർ ജോഷിയായിരുന്നു. മുരളി മനോഹർ ജോഷി കൈകാര്യം ചെയ്തിരുന്ന വകുപ്പാണ് HRD വകുപ്പാണ്. മറ്റുള്ള വളരെ തന്ത്രപ്രധാനമായ വകുപ്പുകളൊന്നും കൊടുക്കാതെ ഈ വകുപ്പ് തന്നെ കൊടുത്തതിന്റെ ഉദ്ദേശം എന്തായിരുന്നു എന്നുള്ളതിന് ഒരു നിശബ്ദ പ്രചാരണത്തിന്റെ ഒരു ഉദാഹരണം അതിലുണ്ട്. HRD എന്ന് പറയുമ്പോൾ വിഭവശേഷി വികസന മന്ത്രാലയത്തിന്റെ ഉടമസ്ഥതയാണ് മുരളി മനോഹർ ജോഷിക്ക് കൊടുത്തത്. അത് RSSന്റെ തീരുമാനം തന്നെയായിരുന്നു. അപ്പോൾ ഈ HRDയുടെ കീഴിൽ വരുന്നത് എന്തൊക്കെയാണെന്ന് നോക്കിയാൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് വരുന്നത് ഇതിന്റെ കീഴിലാണ്.
ഉന്നത വിദ്യാഭ്യാസം EHRDയുടെ കീഴിലാണ് വരുന്നത്. അതുപോലെ തന്നെ UGC EHRDയുടെ കീഴിലാണ് വരുന്നത്. അതുപോലെ തന്നെ സ്കൂൾ പാഠ്യപദ്ധതികൾ തയ്യാറാക്കുന്ന NCERT വരുന്നതും EHRDയുടെ കീഴിലാണ്. അത് മാത്രമല്ല, ചരിത്ര ഗവേഷണ രംഗത്തെ ICHR വരുന്നതും ഇതിന്റെ കീഴിൽ തന്നെയാണ്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട, വളരെ പ്രാതിനിധ്യം അർഹിക്കുന്ന ഒരു വകുപ്പാണ് HRD വകുപ്പ് എന്ന് പറയുന്നത്. അതിന്റെ കൈകാര്യ ചുമതലയാണ് മുരളി മനോഹർ ജോഷിയെ RSS ഏൽപ്പിച്ചത്. നമ്മുടെ കേന്ദ്രത്തിൽ കോൺഗ്രസ് ഭരിക്കുമ്പോഴൊന്നും HRD ഒരു വളരെ പ്രധാനപ്പെട്ട വകുപ്പല്ലായിരുന്നു. പക്ഷേ RSSന് അത് വളരെ പ്രധാനപ്പെട്ട ഒരു വകുപ്പാണ്. BJP ഭരിക്കുമ്പോൾ HRD ഒരു വളരെ പ്രധാനപ്പെട്ട വകുപ്പ് തന്നെയാണ്. ആ വകുപ്പിലൂടെയാണ് പാഠ്യപദ്ധതിയെ പുനരാവിഷ്കരിക്കാൻ 1998 സർക്കാർ തീരുമാനിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് NCERTയിൽ പുതിയ പാഠ്യപദ്ധതികൾ കൊണ്ടുവന്നത്. അത് ഹിന്ദുത്വ ആശയത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രാവർത്തികമാക്കാൻ തീരുമാനിക്കുന്നു. അത് ആരുടെ അജണ്ടയാണ്? അത് RSSന്റെ അജണ്ടയാണ്. ആ അർത്ഥത്തിൽ വളരെ സൂക്ഷ്മമായിട്ടാണ് RSSന്റെ അജണ്ടകളെ അവർ പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുന്നത്. 1998 മുതലാണ് വിദ്യാഭ്യാസത്തിന്റെ കാവ്യവൽക്കരണം എന്നുള്ള ആ വാക്ക് നമ്മൾ കേട്ടു തുടങ്ങിയത്. അതായത് ഹിന്ദുത്വ ആശയങ്ങളിലൂടെ ചരിത്രത്തെ പുനർനിർമ്മിക്കുന്നു. ഇസ്ലാമികമായിട്ടുള്ള ചരിത്രങ്ങൾ മുഴുവനും പാഠപുസ്തകങ്ങളിൽ നിന്ന് എടുത്തു മാറ്റപ്പെടുന്നു. BJPക്കും സംഘപരിവാറിനും എതിരായി വരുന്ന എല്ലാ വിഷയങ്ങളും, എല്ലാ പാഠഭാഗങ്ങളും പാഠ്യപദ്ധതിയിൽ നിന്ന് ഒഴിവാക്കുന്നു. അതിൽ നിന്ന് ഗാന്ധി വധം വരെ അതിൽ നിന്ന് എടുത്തു മാറ്റിയിട്ടുണ്ട്. അങ്ങനെ ഗോത്ര സംഭവങ്ങൾ വരെ പാഠ്യപുസ്തകത്തിൽ നിന്ന് എടുത്തു മാറ്റിക്കൊണ്ട് പുതിയ തരത്തിലുള്ള ഒരു പാഠ്യപദ്ധതിയാണ് അവർ നിലവിൽ കൊണ്ടുവന്നത്. അങ്ങനെ ഒരു പുതിയ ചരിത്രബോധത്തിലേക്കാണ് പുതിയ തലമുറയെ അവർ വാർത്തെടുത്ത് കൊണ്ടുവരുന്നത്. അതായത് യുവജനങ്ങളെ ക്യാച്ച് ചെയ്യുക എന്നതാണ് അവരുടെ മുദ്രാവാക്യങ്ങൾ തന്നെ. ഓരോ കുട്ടിയുടെയും തലയിലേക്ക് ചെറുപ്പത്തിലെ ഇതൊക്കെ തന്നെ കുത്തിവെക്കുക എന്നുള്ളതാണ് അവരുടെ ആശയങ്ങൾ. ആ ആശയത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് 2014 മുതൽ നരേന്ദ്രമോദി മന്ത്രിസഭയും ഇത്തരത്തിലുള്ള പദ്ധതികൾ ഉണ്ടാക്കുന്നു, പാഠ്യപദ്ധതികളിൽ ഇടപെടുന്നു, ചരിത്ര ഗവേഷണങ്ങളിൽ ഇടപെടുന്നു. അങ്ങനെ ഒരു പുതിയ ഇന്ത്യ ചരിത്രം തന്നെ നിർമ്മിക്കുന്നത്. ആ പുതിയ ചരിത്രം എന്ന് പറയുന്നത് ഹിന്ദുത്വ ആശയത്തിന്റെ അടിസ്ഥാനത്തിലുള്ളതായിരിക്കണം. ആ പുതിയ ചരിത്രത്തിലൂടെയാണ് പുതിയ തലമുറയെ കടത്തിവിടുന്നത്. അങ്ങനെ യുവജനങ്ങളെല്ലാവരും ഹിന്ദുത്വ ആശയങ്ങളിൽ ആകർഷകരായി മാറിക്കൊണ്ടിരിക്കണം. അതുപോലെ തന്നെ ഹിന്ദുത്വ ദേശീയതയിൽ വിശ്വസിക്കുകയും ചെയ്യണം. അങ്ങനെ വളരെ സൂക്ഷ്മമായിട്ടാണ് ഈ പറയപ്പെടുന്ന RSSന്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 2018 അവരുടെ പുതിയ പദ്ധതി ആരംഭിച്ചിട്ടുണ്ട്. മോഹൻ ഭാഗവത് എന്ന് പറയുന്ന സത്സംഗ് ചാലകന്റെ നേതൃത്വത്തിൽ ഡൽഹിയിൽ ഒരു വലിയ പഠന ശിബിരം നടന്നു. നമുക്കെല്ലാവർക്കും അറിയാമായിരിക്കാം, അത് മറന്നിട്ടുണ്ടാവില്ല. ആ പഠന ശിബിരത്തിൽ പങ്കെടുത്തത് രാജ്യത്തെ 51 സർവകലാശാലകളിലെ VC-മാരായിരുന്നു. അതായത് ഏറ്റവും പ്രധാനപ്പെട്ട സർവകലാശാലകളിലെ വൈസ് ചാൻസലർമാരായിരുന്നു. എന്ന് മാത്രവുമല്ല, നമ്മുടെ കേരളത്തിലും RSS അതുപോലുള്ളൊരു പരിപാടി സംഘടിപ്പിച്ചിരുന്നു. നമ്മുടെ CPMന്റെ നോമിനി ആയിരുന്നിട്ടുള്ള ഒരു വൈസ് ചാൻസലർ അതിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ആ പഠന ശിബിരത്തിൽ പങ്കെടുത്തത് നമ്മുടെ കേരളത്തിൽ വിവാദമാവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ അർത്ഥത്തിൽ തന്നെ വളരെ സൂക്ഷ്മമായിട്ട് തന്നെയാണ് RSS അവരുടെ പ്രവർത്തനങ്ങളെ ആവിഷ്കരിച്ചിട്ടുള്ളത്. ആ അർത്ഥത്തിൽ കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ വിദ്യാഭ്യാസ വകുപ്പ് മേധാവി പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്താണ്? അവർ ഇനി മുതൽ 1ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ RSSനെ കുറിച്ച് പാഠപുസ്തകങ്ങളിൽ പഠിപ്പിക്കാൻ തീരുമാനിച്ചു. എന്നു മാത്രമല്ല, കഴിഞ്ഞ ദിവസം ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 100 രൂപയുടെ കോയിൻ പുറത്തിറക്കിയ വിവരം ഞാൻ മുൻപ് തുടക്കത്തിൽ പറഞ്ഞിരുന്നു. ആ 100 രൂപയുടെ കോയിനിൽ എന്തായിരുന്നു എന്നുള്ളതും പറഞ്ഞു. ഭാരതാംബയുടെ ചിത്രമാണ്. അതായത് RSS വിഭാവനം ചെയ്തിട്ടുള്ള ഒരു ഭാരതാംബയുടെ ചിത്രം നമുക്കറിയാമല്ലോ, കാവിക്കൊടി ഇന്ത്യ. ആ ഭാരതാംബയുടെ മുമ്പിൽ
സംഘപ്രവർത്തകർ, സംഘപരിവാർ സംഘടനകൾ സല്യൂട്ട് ചെയ്ത് നിൽക്കുന്ന ഒരു ചിത്രം ആലേഖനം ചെയ്തിട്ടുള്ള ഒരു സൈഡിൽ അശോക ചക്രവുമുള്ള 100 രൂപയുടെ കോയിൻ ആണ് ഇന്നലെ കഴിഞ്ഞ ദിവസം വിജയദശമി ദിനത്തിൽ നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രകാശനം ചെയ്തത്. അത് മാത്രമല്ല, ഒരു സ്റ്റാമ്പ് കൂടി പ്രകാശനം ചെയ്തിട്ടുണ്ട്. ആ നാണയം എന്ന് പറയുന്നത് RSSന്റെ 100ാം ജന്മദിനമായിട്ടാണ് കണക്കാക്കിയിട്ടുള്ളത്. നമ്മുടെ ഓരോരുത്തരുടെയും കൈകളിലേക്ക് കിട്ടുമ്പോൾ ഓർക്കുക വല്ലപ്പോഴും. അങ്ങനെ RSS ഇന്ത്യയിലെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്ന ഒരു പാർട്ടിയായി മാറിക്കൊണ്ടിരിക്കുന്നു, ഒരു സന്നദ്ധ സംഘടനയായി മാറിക്കൊണ്ടിരിക്കുന്നു. ഈ സന്നദ്ധ സംഘടനയുടെ ഒരു പൊളിറ്റിക്കൽ ഔട്ട്പുട്ടായി BJP മാറിയിട്ടുണ്ട്. ആ BJPയുടെ പ്രവർത്തനങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത് RSS തന്നെയാണ്. അധികാരം എന്ന് പറയുന്നത് RSSന്റെ അജണ്ടയിൽ ഒരിക്കലും ഉണ്ടായിരുന്നിട്ടില്ല. പക്ഷേ ഇന്ന് എല്ലാ അധികാര കേന്ദ്രങ്ങളെയും നിയന്ത്രിക്കുന്നത് അവർ തന്നെയാണ്. അതുകൊണ്ട് തന്നെ RSSന്റെ ഐഡിയോളജിയോട് നിങ്ങൾക്ക് യോജിക്കുകയോ വിയോജിക്കുകയോ ചെയ്യാം. പക്ഷേ RSSന്റെ ലക്ഷ്യബോധവും കൃത്യതയും സൂക്ഷ്മതയും അവരുടെ പ്രതിബദ്ധത എന്ന് പറയുന്നത് അടിത്തട്ടിൽ ആശയപ്രചരണങ്ങൾ നടത്തി ഒരു കൊടുങ്കാറ്റ് സൃഷ്ടിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. ഈ നിശബ്ദമായ പ്രചരണത്തിലൂടെ അവരുടെ ഇത്തരത്തിലുള്ള സവിശേഷതകളിലെ ആരും കണ്ടില്ല എന്ന് നടിക്കാൻ കഴിയില്ല ഒരിക്കലും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് RSS ഒരു വിജയ കഥയാണെന്ന്. ആ വിജയ കഥയാണ് ഇന്ന് ഇന്ത്യയുടെ ചക്രങ്ങളെ നിയന്ത്രിക്കുന്നത്. അങ്ങനെ ആ അർത്ഥത്തിൽ ഒരു നൂറ്റാണ്ട് പിന്നിടുമ്പോൾ ഇത്രയേറെ വിജയിച്ച ഒരു സംഘടന ലോകത്തിലെവിടെയും ഇല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കണം. അപ്പോൾ ഈ വിജയഗാഥയുടെ ഈ കഥ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.